ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതൊരു മഴക്കാലത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. മഴക്കാലം എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനിത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയത്. വെറുതെ പൈസ ഒന്നും ചിലവാക്കാതെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ പോകുക. ഇവിടുന്ന് അധികം സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ല. ആദ്യം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ പിന്നെ അവിടെ പോകുന്നത് കുറഞ്ഞു. പിന്നെ നെസ്റ്റോ വന്നതുകൊണ്ട് നെസ്റ്റോയിലിടയ്ക്ക് പോകും. ഇവിടെ നിന്ന് ഇപ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനും തെങ്ങും പ്രശാന്തനും കൂടെയാണ് ഇന്ന് ഔട്ടിങ്ങിന് പോകുന്നത്. തെങ്ങും ഭയങ്കര ഹാപ്പിയാണ്, കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ശോഭ മാളിലേക്ക് പോകുന്നത്. അപ്പോൾ പറയാൻ മറന്നുപോയി, ഇതാണ് കേട്ടോ ശോഭ മാള്. ഞങ്ങളുടെ തൃശ്ശൂരുള്ള അടിപൊളി ഒരു മോളാണിത്. വേറെ മോളൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെയാണ് നമ്മൾ ഫ്രീക്വൻ്റ്ലി വരുന്നത്. അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ, നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ ഒരു ലേക്ക് സൈഡ് ഉണ്ട്, അവിടെ പോയി ഇരിക്കാനാണ് ഏറ്റവും സുഖം. മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ വരും. ഇവിടെ തന്നെ ജോയാലുക്കാസിൻ്റെ മെൻഷനും കല്യാണിൻ്റെ മെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ വീടൊക്കെ എന്ത് രസമാണെന്ന് അറിയാം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് വില്ലയും ഫ്ലാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഹെലിപ്പാഡൊക്കെ ഉള്ള വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ സാധാരണ പോകുന്നത് അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക. പക്ഷേ ഇപ്രാവശ്യം അണ്ടർഗ്രൗണ്ട് ഫുള്ളായത് കാരണം ഞങ്ങൾ സൈഡിലാണ് പാർക്ക് ചെയ്യാൻ അവർ തന്നത്. അപ്പോൾ അവിടെ പോയി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ലേക്ക് സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് എൻട്രൻസ് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻട്രൻസിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ലെഫ്റ്റ് വഴി നേരെ സൈഡിലൂടെ ആയിരിക്കും കയറുക കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലാറ്റ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഓരോ ഫ്ലാറ്റിൽ അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടാകും. ചില ക്രിസ്മസിനൊക്കെ വരുന്ന സമയത്ത് ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റാറുകളൊക്കെ ആയിരിക്കും ഇടുക കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് ഈ ഒരു ഏരിയയിൽ. ഒരു ചായയും കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൺസേർട്ടും പിന്നെ ഷോസൊക്കെ വെക്കും ഈ ഒരു ഏരിയയിൽ മാത്രം. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് അത്രയ്ക്ക് ഡിമാൻഡാണ്, എല്ലാവരും വരും. ഭയങ്കര ഹൈജീനിക്കാണ് കേട്ടോ. ഇവിടെയും എപ്പോഴും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും അങ്ങനെ മോശമാക്കി ഇങ്ങനെ ചപ്പുചവറുകൾ വലിച്ചെറിയുമോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. എപ്പോഴും ഇപ്പോൾ തൃശ്ശൂർ വരുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. നമ്മളുടെ പാലക്കാടൊന്നും ഇത്രയും നല്ല മോളുകളൊന്നും ഇല്ല. ഇപ്പോൾ ലുലു മോളൊക്കെ വന്നു, ഇല്ലെന്നല്ല ഇപ്പോൾ വന്നു. പക്ഷേ ഇതുപോലെ അടിപൊളി ഒരു മോള് നമ്മുടെ പാലക്കാടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ തൃശ്ശൂർ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി മോൾസാണ് ഈ ശോഭ. ഫുഡ് കോർട്ടിലാണ് നമ്മൾ ആദ്യം പോയത്, പക്ഷെ ഒന്നും നമ്മൾ നോക്കാനൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് അന്നത്തെ ദിവസം പോയപ്പം നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള 2-3 പേരെ കണ്ടു. പിന്നെ ഇടയ്ക്ക് ഇവിടെ ആക്ട്രസ്സൊക്കെ വരാറുണ്ട്, ആക്ടേഴ്സ് വരാറുണ്ട്. അങ്ങനെ പിന്നെ തെങ്ങുവിനെയും കൊണ്ട് ഇവിടെ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ ട്രെയിനിൽ കയറുന്നത് കേട്ടോ. ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെങ്ങനെയൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. ഈ ട്രെയിനിൽ ഒരാൾക്ക് കയറാൻ 100 രൂപയാണ്. അപ്പോൾ അവർ 2-3 റൗണ്ട് ഒന്ന് ചുറ്റിച്ചിട്ട് വരും, ഈ മോളിനും ചുറ്റും. അപ്പോൾ വേറെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയം നോക്കി ഇവർ രണ്ടുപേരും ഇതിനകത്തോട്ട് കയറിയിരുന്നു കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആണെന്ന് പറഞ്ഞ് ഇതിന് 50 രൂപ 60 രൂപ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഷുവറല്ല. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ചെടി ഞാൻ നോട്ട് ചെയ്തു കേട്ടോ. അടിപൊളി, ഇത് നല്ല രസമല്ലേ കാണാൻ. നമ്മുടെ വീടുകളിലൊക്കെ സെറ്റാക്കാൻ പറ്റുന്ന സ്ഥലം. പിന്നെ സ്റ്റുഡിയോ ഉണ്ട്, ലൈഫ് സ്റ്റൈലുണ്ട്, ട്രെൻഡ്സിൻ്റെ അവന്ത്ര ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി, ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ അവിടെ കുറേ ഈയാൻ പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ നോക്കുകയാണ് പിന്നെ എങ്ങനെ അതിന് ചവിട്ടാൻ പറ്റുമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് നൈറ്റ് ഔട്ടാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മഴയായത് കാരണം കുറച്ചും കൂടെ സുഖം ഉണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.